ഹായ് ഗായ്സ്, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളെ ഇതിനെ കുട്ടികൾക്ക് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനും ടീമിലും പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്കൊരു വീട്ടിലേക്ക് കുടിയിരിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആർക്കും ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും എല്ലാം നമുക്ക് എവിടെ പുറത്ത് പോയിട്ട് വേറെ ഷോപ്പിൽ കയറാം. അപ്പോൾ അതെല്ലാം ആ ഒരു കടയിലുണ്ട് കേട്ടോ. അതായത് നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. നെക്സ്റ്റ് ഗിഫ്റ്റ് പിടിക്കാനുള്ള തിരക്കും അതുപോലെ തന്നെ ഓഫർ കിട്ടിയിരുന്നു. അതെല്ലാവരും പരമാവധി ആ ഷോപ്പിലൊന്ന് പോയിട്ട് പർച്ചേസ് ചെയ്യും കേട്ടോ. എന്തുകൊണ്ട് നല്ല ലാഭമാണ്, നല്ല ക്വാളിറ്റി സാധനമാണ്, നല്ല എന്താ പറയാ, ആ ഒരു സ്ഥാപനത്തിൽ നല്ല ക്വാളിറ്റി. എല്ലാ വീഡിയോകൾക്കും ഉള്ളതും അവിടെ നിന്ന് കേട്ടോ കൊണ്ടുപോകണം. ആ ഗോഡൗണിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കമന്റ് ഇടാൻ മറക്കരുത്. കളർ ഇതെന്നേ എന്താ കട അടിപൊളി കേട്ടോ. അതെനിക്കന്ന് അവിടെ നിന്ന് കാണിച്ചു തന്നെ ഇത്. പക്ഷെ നല്ല കന ഉണ്ടാക്കി പിടിക്കുമ്പോൾ കുട്ടികൾക്ക് ഇതെവിടെ ഫ്ലൈറ്റിങ് ഇടുക അല്ലെ സ്റ്റീലിൻ്റെ ടോക്കൺ. ആ ചോദിച്ചു നോക്കാം. പോയപ്പോ ആ 360 ഞാൻ ഇവിടെ നോക്കട്ടെ. ഇവിടെ നിൽക്കും കുടുക്കും പാട്ടപാത്രം ഉണ്ടാക്കട്ടെ. ഞാൻ ചോറൊക്കെ ഊറ്റിയിടാനേ വാങ്ങിയൊക്കെ മനസ്സാ. ബിരിയാണി ചെമ്പട്ടി എനിക്കോട്ടെ. നമുക്ക് നമ്മൾ വെക്കുമ്പോ മറന്ന് കങ്ങിണ്ടല്ലോ അല്ലേ. പാത്രം കണ്ടത് അപ്പൊ പോകും അങ്ങനെ മരുന്നല്ലേ. അതല്ലേ
ഇതൊക്കെ എത്ര റേറ്റ്? തൂക്കത്തിന്. ആ തൂക്കനുസരിച്ചിട്ടാ തൂക്കനുസരിച്ചിട്ടാ പഠിക്കണത്. ഒക്കെ പോയി നോക്കി നോക്കാം. ഇതൊന്നും എടുക്കുക നമുക്ക് ചപ്പാത്തിയും ദോശയും ചൂടാൻ. മറ്റേത് നമ്മൾ ചപ്പാത്തി അപ്പക്കല്ല അത് ഒരു തൂക്കത്തിനനുസരിച്ചിട്ടാണ് പറഞ്ഞത് ചേച്ചി എന്നോട് കൊണ്ടെന്ന് പറഞ്ഞത് എന്നോട്. എന്നാ ഇനി നിങ്ങൾ ചോദിച്ചോ അതിനോട് ചോദിച്ചോട്ടെ അത് എത്ര വെച്ചതാ. നമുക്കൊരു ചട്ടി ആവശ്യമാണ്. Learning കുപ്പിപ്പാത്രം നണ്ട് കിട്ടുന്ന പാത്രം അത് ദൂരമാക്കൊരു പാത്രമായി. ഇത് പിന്നെ ദോശപാത്രമാണേ. ഇതിങ്ങനെ നോക്കാം നല്ല കാനാണിതേ. ഇത് നോക്കിയേക്കാ ഇതൊക്കെ വലുതാണ്. ആ ചിക്കുവിൻ്റെ എത്ര വന്നൊരു പാത്രം കിട്ടിയാലും മതി. ആണോ അതിപ്പോൾ ഞാൻ അടുത്തതിൻ്റെ ആ ഉണ്ടേ. അതിനൊന്നും എടുത്ത ചോറുമാർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? കുറച്ച് വലുപ്പമല്ലേ. പക്ഷെ സ്കൂൾ കൂടി കൊണ്ടാക്കാൻ പറ്റുമോ? അടുത്തത് അതെയോ നമുക്കറിയാം. ചൂലെടുത്താൽ നമുക്ക് ചൂടുള്ളിൽ അടിക്കാം. അങ്ങനത്തെ വാങ്ങാം അല്ലേ? നമുക്ക് വെള്ളപ്പച്ചട്ടി മേടിച്ചാൽ പറഞ്ഞു. വെള്ളപ്പച്ചട്ടിയില്ലേ ആ ഇത് ചോറുന്നാ. അത് ഞാൻ ചിക്കൻ നമുക്ക് അവിടെ നിന്ന് മേടിച്ചു കൊടുക്കാം. അത് ചെറിയാക്ക് ഇത് വലിപ്പല്ല. ഇതിൻ്റെ കുറച്ചൊരു മീഡിയം സൈസ് കിട്ടിയാലും മതി. വെള്ളപ്പച്ചട്ടി ഇവിടെ കുറേ പൊട്ടണുണ്ട്. വെള്ളപ്പച്ചട്ടി ഇത് ചീനച്ചട്ടിയാണ്. വെള്ളപ്പച്ചട്ടി ഉണ്ടാവും. വെള്ളപ്പച്ചട്ടി തന്നെ ഉണ്ട്. അത് ചേച്ചി ഇവിടെ വെള്ളം ഇക്കൊരു വെള്ളം ചേച്ചി ഇത് വെള്ളപ്പച്ചട്ടിയാ? വെള്ളപ്പച്ചട്ടി വെള്ളപ്പച്ചട്ടി ചൂടണുണ്ട് അതിൽ. വെള്ളപ്പച്ചട്ടി ഉണ്ടാവില്ല അല്ലേ? ഇത് പുറത്തേക്ക് മാറ്റുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഈ സെക്ഷൻ
എല്ലാവരും കൂടെ ഉള്ളിലാകുമ്പോൾ അല്ല അങ്ങനെ നടക്കുന്നല്ലേ. അവിടെ ആ എന്നോടത്ത് വേറൊന്നും കൂടി കണ്ടോ. അത് 80 ഉറുപ്പ്യല്ലേ പത്തിരിച്ചട്ടി. ജ്വല്ലറി എന്താ ഗിഫ്റ്റ് കൊണ്ടോ. ഇതാ വെറുതെ അങ്ങനെ ഹോൾസെയിലായിട്ട് നല്ല കച്ചവടം ഉണ്ടല്ലേ. നിങ്ങളെ പോയേക്കാം നമുക്ക് എന്തെങ്കിലും കുട്ടിച്ച് പോയില്ല. പൊട്ടണല്ല അത് ഫൈബറോ. നമുക്ക് അപ്പം സ്റ്റീൽ അതിനെ ഒരുങ്ങാണ് സ്റ്റീൽ പഠിക്കണത്. ജ്യൂസ് ഗ്ലാസ് ഉണ്ട് ഇവിടെ. ഈ ജ്യൂസ് ഗ്ലാസ് മേടിച്ചാലോ നമുക്ക്. ജ്യൂസ് കുടിച്ചാന് എത്ര ബോക്സ്? ഞങ്ങൾ 4-5 ദിവസത്തിന് പൊട്ടിച്ചേക്ക് പൊട്ടിച്ചിട്ട് പോകും. പിന്നെ കുറച്ചായിട്ട് പാർക്കോട് ഒട്ടിക്കാൻ ഞങ്ങൾക്ക് കുടിയിരിക്കുമ്പോൾ ഇവിടെ വന്ന മുതലാവും കേട്ടോ. ഇവിടെ എന്തെങ്കിലും വേറെ ഉണ്ടോ? അത് 2 സെറ്റ് കൊടുക്കും. 12 ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കും. പ്ലേറ്റ് ഇങ്ങനത്തെ ഓരോ പ്ലേറ്റ് അങ്ങനത്തെ ഓരോന്നോരോരുത്തർ കൊടുക്കും. അത് നല്ല കാര്യമാണ്. അങ്ങനെ വേണോ? അറിയോ? ഇവിടെ ഒന്ന് പോയേക്കാ. പോയേക്കാം. ഇല്ല, ഇങ്ങോട്ടെത്തിയിട്ടില്ല. ഓട്ടോയിൽ നടക്കൊക്കെ ഉണ്ട്. ഇലകളൊക്കെ മുളക്കുണ്ട്. ഇത് അടക്ക് പാത്രം ഇവിടെ ഉണ്ടല്ലേ.
നിന്നിട്ടില്ല അത് വീട്ടിൽ വന്നാൽ ഇങ്ങനത്തെ പറ്റിയോ? മറ്റേതാ ആർക്കേടെ എവിടെയും കണ്ടിട്ട് മറ്റേ ഇതെത്ര ചേച്ചി റേറ്റ്? നിങ്ങൾ കാണാമല്ലോ, ഒന്നുമില്ല. അല്ല ഇത് ഇതാണ്, ഇതിന് 75 രൂപ. 75. ചേച്ചിയെ ചേച്ചിയെ ഇത് നമ്മൾ ചായ ആക്കി കൊണ്ടുപോകണം ക്ലാസ്സിലല്ലേ? ഇത് ചൂടുവെള്ളം നോക്കാൻ ചൂടുവെള്ളം നിൽക്കില്ല അതിൽ ഉണ്ടായാ അതെത്രേ? ഇതിൻ്റെ അടക്കം രണ്ടിൻ്റെ അടക്കമുണ്ടോ? ഈ ബാഗിൽ എനിക്കൊന്ന് വേണം. ആ ഒന്ന് ഞാൻ ചൂടുവെള്ളം ആക്കിക്കൊണ്ടിരുന്നു. അത് ചൂടാറി താഴത്തേക്ക് വീണപ്പോൾ ചൂടാറിയത് ചൂടാറി അടയ്ക്കുന്നു. മോള് പോയി കേട്ടോ. ആ ആ എനിക്കൊരു വീട് വേണ്ട. പിന്നെ മറ്റേ ടീ ബ്രഷുകൾ ഇവിടെയാണ് പറഞ്ഞത്.
അരിയൊക്കെ കഴുകുമ്പോഴേ നമ്മളിങ്ങനെ ഇതാക്കൂല, ഇതിനെ പിടിച്ചേക്കണ്ടേ. അപ്പം ഇതിങ്ങനെ ഒരു സൈഡ് കിട്ടും, ഒരു സൈഡ് ഇങ്ങനെ ഇതാക്കി കൊടുത്തു. ഞാൻ നമ്മളെ പ്ലാസ്റ്റിക് ഇല്ലേ താഴത്ത് പോകുന്ന സ്റ്റീലിൻ്റെ അതവിടെ കണ്ടിക്കണു. അതിന് എത്ര റേറ്റേ ഉള്ളൂ? അതവിടെ അതിൻ്റെ റേറ്റ് നോക്കിയിട്ട് വരാറുണ്ട്. പ്ലാസ്റ്റിക് അത് മേടിച്ചിട്ട് വരാൻ ചെറിയൊരു പ്ലാസ്റ്റിക് മേടിക്കാൻ നിങ്ങൾക്കുണ്ട്. എനിക്ക് വേണ്ട. ഏത് ഇത് 75 എന്തോ ഉള്ളു. അച്ഛ അരി കഴുകിയിട്ട് വാർക്കാതെ അവിടെ ഇത് ഓരോരുത്തർ എടുത്തുവെച്ച് പോയതാ. നമുക്കൊരു കട്ടിമോട് മേടിക്കാനാ. അത് ആരൊക്കെ എടുത്തുവെച്ചാണെങ്കിലോ അപ്പോൾ പേരെഴുതി വെച്ചിക്കണത്. എടാ ഇത് എടുത്തുവെച്ചതാണോ ഈ കട്ടിമോടൊക്കെ? ആർക്കെങ്കിലും വേണ്ടിയിട്ട് എടുത്തുവെച്ചതാണോ? അതായിരിക്കും. മരത്തിൻ്റെ അടുത്താ വെക്കുക. ഇതെടുക്കാം അല്ലേ? അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ കട എവിടെയാണെന്നും എന്താണെന്നും. ഞമ്മക്കൊക്കെ പാടെ എടുത്ത് കാണോ ഒക്കെ പാടെ മഞ്ഞ കളറായിട്ട്. ഈ കട്ടിംഗ് ബോർഡ് ഉണ്ട് കേട്ടോ ചേച്ചിയെ. ഇത് black